നമുക്ക് എത്ര യൂറോ സേവ് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ബാലൻസ് ആയിട്ട് ഇത് എത്ര യൂറോ നമുക്ക് സേവ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ റെൻ്റാണ്. സോ എൻ്റെ റൂമിൻ്റെ റെൻറ്റ് ഈ ഒരു എമൗണ്ടാണ് വരുന്നത്, ഒരു 1000 യൂറോസ് എന്ന് വെച്ചാൽ ഞാൻ 3 ബെഡ്റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കറണ്ട്, അതുപോലെ തന്നെ റേഡിയോ ബില്ല്, ഇൻ്റർനെറ്റ്, ഫോണിൻ്റെ റീചാർജ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് കഴിക്കാതെ പട്ടിണി കിടക്കാൻ തന്നെ എനിക്ക് ഇത്രയും എമൗണ്ട് ഇവിടെ ബേസിക്കലി ജർമ്മനിയിൽ വേണം. ഇത് കൂടാതെ ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ ഒരു 150 യൂറോ വേണം. സോ ഇതെല്ലാം കഴിച്ച് സേവിങ്സ് വരുന്നത് ഈ ഒരു എമൗണ്ടാണ്. സോ ഈ ഒരു എമൗണ്ട് നമുക്ക് സേവിങ്സ് ആയിട്ട് കൺസിഡർ ഒരു എമൗണ്ടാണ് മിച്ചം വരുന്നത് എനിക്ക്. സോ ഇതിൻ്റെ അകത്ത് നോർമലി ഒരാൾക്ക് മിച്ചം വരുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇവിടുന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ആർഭാട ജീവിതത്തിന് വേണ്ടി എടുത്ത ലോണാണ്. സോ അതെടുത്തതിൻ്റെ ലോൺ ഒരു 900 യൂറോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവും. പിന്നെ എൻ്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യണം, അതിനൊരു 200 യൂറോസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു വെക്കുന്നത്. സോ ഞാൻ വന്നൊരു പ്രായം എന്ന് പറഞ്ഞത് എനിക്ക് 23 വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ പ്രായത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് നെസസിറ്റി അല്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചൊരു ലോണിൻ്റെ എമൗണ്ടാണിത്. സോ അതിൻ്റെ ഒരു ഡീമെറിറ്റ് മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ ഓൾറെഡി ലോണും എല്ലാം എടുത്തു. സോ അതെൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കട്ടായി പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് ഉണ്ട്. നമുക്ക് നെസസിറ്റി അല്ലാത്ത സാധനമാണെങ്കിൽ നമുക്ക് സേവ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. ബട്ട് ഇങ്ങനെയാണ്, അതെല്ലാം പോട്ടെ. സോ ഇത്രയൊക്കെയാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇത്രയൊക്കെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ലൈഫിൽ ഓരോന്ന് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി വരാം. അടുത്ത വീഡിയോ നമുക്ക് ഈ നമ്മൾ ഗവൺമെൻറ് പിടിക്കുന്ന ഈ എമൗണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് വെച്ചാൽ ടാക്സ് റിട്ടേൺ കിട്ടുന്നത് നമുക്ക് ഗവൺമെൻറ് പിടിക്കുന്ന എമൗണ്ട് എല്ലാം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോന്നും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ സേവിങ്സ് കൂട്ടാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.